നമുക്കിതൊന്ന് പെയർ ചെയ്താലോ? പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് മുടിയൊക്കെ കിട്ടി ഒരു ഓണം ഗെറ്റ് റെഡി വൈബ് അല്ലേ? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. പ്രെപ്പ് മീ അപ്പ് എന്നുള്ള നൈക്കയുടെ ഫേസ് പ്രൈമർ ഉപയോഗിച്ചു. ദെൻ ഇൻസൈറ്റിന്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഈ കൺസീലർ ഞാൻ യൂസ് ചെയ്തു. എൻ്റെ കണ്ണിന്റെ താഴെയും കണ്ണിന്റെ മുകളിലും ഈ ഭാഗത്തും കുറച്ച് പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മറച്ചാലല്ലേ സുന്ദരിയാവുള്ളൂ. ഓക്കെ, ദെൻ ഇതിന് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു മിഡ് നൈറ്റ് കോൾഡ് കാജൽ. ദെൻ ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ഒരു കടുകുമണിയോളം എടുത്ത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. മാർഗം. ഓക്കെ, ദെൻ ഇതും ഞാൻ കാണിച്ചിരുന്നതാണ് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ വളരെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന മസ്കാരയാണിത്. വളരെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന മസ്കാരയാണിത്. 200 താഴെ നമുക്കിത് ആമസോണിലാണെങ്കിലും നൈക്കയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ലിപ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചത് മാർക്ക് ചെയ്ത് ദെൻ ഒന്ന് ചെറിയതായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഷുഗർ പോപ്പിന്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ഫെസ്റ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അതും ഒന്ന് അപ്ലൈ ചെയ്യാം. ായിട്ട് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നു ഒരു ഫെസ്റ്റീവ് വൈബിന് വേണ്ടി തന്നെ. കുറച്ചെടുത്ത് നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മേക്കപ്പ് ചെയ്യാം എന്നുള്ളൊരു ഒക്കേഷൻ കൂടിയാണ് ഓണം പോലുള്ള എല്ലാ ഫെസ്റ്റിവൽസും അല്ലേ. അപ്പം അതിനുവേണ്ടി മേബലിൻ്റെ 680 എന്ന ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആലിയ ഭട്ട് കാണിച്ചിട്ടുള്ള ഒരു വൈറൽ ടിപ്പാണ്. ഫോർഹെഡിൻ്റെ താഴെ നിന്ന് തുടങ്ങി മൂക്ക് ഇങ്ങനെ കവർ ചെയ്ത് വേണം നമ്മൾ ഈ ടിൻ്റായിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ. നിങ്ങൾ ഏത് ടിൻ്റ് യൂസ് ചെയ്താലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അത് വളരെ ലൈറ്റ്ലി ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇത് ലൈറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഡാർക്കായിട്ട് തോന്നും. ഞാനതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഐഷാഡോയ്ക്ക് വേണ്ടി സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. എല്ലാം അഫോർഡബിൾ ആണ്. ഇതിൽ നിന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഷെയ്ഡ് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഓക്കെ, നമുക്കിതും അപ്ലൈ ചെയ്യാം. എനിക്ക് ആ ഷെയ്ഡ് കുറച്ചുകൂടി ബ്രൈറ്റായി തോന്നിയതുകൊണ്ട് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് വെച്ച് കവർ ചെയ്യാണ്. അങ്ങനെ അത് എങ്ങനെയുണ്ട്, ആ ഒരു ഷെയ്ഡ് ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഒന്ന് കവർ ചെയ്യാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പം അതും ഈ കാജലും ആദ്യം ചെയ്ത പിങ്ക് ഷെയ്ഡും നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, ദെൻ എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്ത്, ഇത് ബ്രൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൽ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് ആവുന്നവരെ ടച്ചപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഡാർക്ക് ഷെയ്ഡും എൻ്റെ ലിപ്സിലെ ലൈറ്റർ ഷെയ്ഡും കൂടെ കൂടി വേറൊരു ഷെയ്ഡായി. ഓക്കെ, അപ്പം ഇങ്ങനെ വരും കേട്ടോ. ആദ്യം കുറച്ചൊരു ബ്രൈറ്റർ പിങ്ക് ആയിരുന്നു, ഇപ്പം അത് വന്നിട്ട് ഒരു ഡാർക്കർ പിങ്കായി മാറിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അധികം ഒരു ഇട്ടു എന്നൊരു തോന്നലും ഇല്ല. പിന്നെ ഈ ലൈറ്റൊക്കെ ഒന്ന് ഒഴിവായാൽ കുറച്ചുകൂടി ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ലൈറ്റ് ബ്രൗണും ഷുഗർ പോപ്പിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡുമാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പൂവും വെച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഹെയർ എക്സ്റ്റൻഷൻ പോലുള്ള ഒരു ചെറിയ ഹെയർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് മധുശ്രീയുടെ സെറ്റാണ്. ഒരു ഗോൾഡൻ വാച്ചും ഒരു അരപ്പട്ടയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട അല്ലേ. ഒരു പൊട്ടും 2 പൊട്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത് ഇന്നറാണ്, സൈഡിൽ സിപ്പ് ക്ലോഷർ ഉണ്ട്. ഇതൊരു ജാക്കറ്റാണ്. ഒരു അരപ്പട്ട വെച്ച് പെയർ ചെയ്തിട്ടുണ്ട്. മധുശ്രീയുടെ ഓർണമെന്റ്സ് ആണ് ഷോർട്സിൽ കാണിച്ചിരുന്നു. പിന്നെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ദെൻ ഇതൊരു പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ, ഒറിജിനൽ പൂവല്ല. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഒരു ചെറിയ ഹെയർ എക്സ്റ്റൻഷൻ വന്നിട്ട് വടയായിട്ടാണ് ഞാൻ കെട്ടിയിരിക്കുന്നത്. ദെൻ നടുവിൽ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഞാൻ കെട്ടിയിരിക്കുന്നത്. ഒരു ചെറിയ സിമ്പിൾ ബോ ഫിംഗർ റിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ വാച്ചും. വളയൊന്നും പെയർ ചെയ്തിട്ടില്ല. ഓർണമെന്റ്സ് ഇത്ര ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ഓർണമെന്റ്സും ഞാൻ പെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഔട്ട്ലുക്ക് തന്നെ പല രീതിയിലും പല ബ്ലൗസും പല ഓർണമെന്റ്സും ഉപയോഗിച്ച് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഓണം ലുക്കുമായിട്ട് ഞാൻ പോവാണ്. അടുത്ത ഓണം ലുക്കുമായിട്ട് നാളെ വരാം. അപ്പോൾ ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് തൽക്കാലത്തേക്ക് വിട പറഞ്ഞുകൊണ്ട് ശാല പോവുക. ബൈ.